നാഷണൽ ഇൻകം ആൻഡ് റിലേറ്റഡ് ആഗ്രിഗേറ്റ്സ്. എന്തിനാണ് നാഷണൽ ഇൻകം? നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന എന്തിനാ ഇക്കണോമിക് ഗ്രോത്ത് അറിയാനായിട്ട്. നമ്മുടെ നേഷന്റെ ഇക്കണോമിക് ഗ്രോത്ത് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തത്. ഇക്കണോമിക് ഗ്രോത്ത് മാത്രം അറിയാൻ വേണ്ടിയിട്ടാണോ? അല്ല. ജനങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ജീവിത നിലവാരം അറിയാൻ വേണ്ടിയിട്ട് എത്രത്തോളം മെച്ചപ്പെട്ടു, എത്രത്തോളം താഴ്ചയിലേക്ക് പോയി, എത്രത്തോളം ഉയർച്ചയിലേക്ക് പോയി. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരുപാട് ഫാക്ടേഴ്സ് വെച്ചിട്ടാണ്. എന്തൊക്കെ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഒരു കൺട്രിയിൽ ഒരു ടൈം ഓഫ് പീരീഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാത്തിൻ്റെയും ആകെ തുക എന്താണ്? അത് മാത്രമല്ല, അതിൻ്റെ കൂടെ എന്താണ് അബ്രോഡിൽ നിന്ന് വരുന്ന മണി വരുന്നുണ്ട്. ടാക്സസ് ചിലപ്പോൾ കുറയ്ക്കും, ഡിപ്രീസിയേഷൻ കുറയ്ക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ എന്താണ് നാഷണൽ ഇൻകത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഈ ഫസ്റ്റ് നാഷണൽ ഇൻകം ഇൻട്രൊഡ്യൂസ് ചെയ്തത് സൈമൺ കുസ്നസ് ആണ്. ഫസ്റ്റ് നാഷണൽ ഇൻകം ഇൻട്രൊഡ്യൂസ് ചെയ്തത് സൈമൺ കുസ്നസ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തത് ദാദാഭായ് നവറോജിയാണ് 1876. സയന്റിഫിക് പ്രൊസീജിയർ എസ്റ്റിമേറ്റ് ചെയ്തത് ആരാണ്? ഡോക്ടർ VK റാവു ആണ് 1931. ഒഫീഷ്യൽ അറ്റംപ്റ്റ് ചെയ്തത് പ്രൊഫസർ PC മഹൽനോബിസ് ആണ് ഒഫീഷ്യലായിട്ട് നാഷണൽ ഇൻകത്തിന് അറ്റംപ്റ്റ് ചെയ്തത്. ഇനി നമ്മുടെ ഈ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫൈനൽ ഗുഡ്സ് എന്നും ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്നായിട്ട് നമുക്ക് എന്താണ് രണ്ടായിട്ട് തരംതിരിക്കാം. അപ്പൊ ഫൈനൽ ഗുഡ്സ് എന്ന് കേൾക്കുമ്പോൾ അന്തിമമായിട്ട് ഉപയോഗിക്കുന്ന എന്താണ് ഗുഡ്സ് അല്ലെങ്കിൽ വസ്തുക്കൾ. ഫൈനൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് ഇനി ഫർദർ ആയിട്ട് അതിൽ വേറെ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ വേറെ ഒന്നും ഉണ്ടാവില്ല. ഉദാഹരണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ, ഷൂ, അതൊക്കെ അന്തിമമാണ്, ഫൈനൽ ഗുഡ്സ് ആണ്. പക്ഷെ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ ഒരു വീട് പണിക്ക് വേണ്ട ആവശ്യങ്ങളുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഡ്രസ്സ്, ഒരു വസ്ത്രത്തിന് വേണ്ട നൂലുകള്, ഒരു ഷൂവിന് വേണ്ട അതിന്റെ മെറ്റീരിയൽസ്, ഇതൊക്കെ എന്താണ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആണ്. ഓക്കെ. അടുത്തത് ഡൊമസ്റ്റിക് ടെറിട്ടറി. നമ്മുടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത്? ഡൊമസ്റ്റിക് ടെറിട്ടറി എന്ന് പറയുന്നത്, ആഭ്യന്തര അതിർത്തി എന്ന് പറയുന്നത്. എന്താ ആഭ്യന്തര അതിർത്തി എന്ന് പറയുന്നത്? ഇന്ത്യ എന്ന ഭൂപടം മാത്രം ഉൾപ്പെടുന്നതാണോ നമ്മുടെ നേഷന്റെ ഒരു അതിർത്തി എന്ന് പറയുന്നത്? അല്ല. എംബസീസ് വരും. നമ്മുടെ ഇന്ത്യയുടെ എംബസി മറ്റൊരു രാജ്യത്തുണ്ട്, അത് നമ്മുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ വരുന്നതാണ്. പിന്നെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റ്, നമ്മുടെ വേറൊരു രാജ്യത്തുള്ള മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റ്, കോൺസുലേറ്റ്സ് ഓഫ് എ കൺട്രിയിൽ, അതൊക്കെ വേറെ രാജ്യത്ത് ലൊക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്? അതൊക്കെ ഡൊമസ്റ്റിക് ടെറിട്ടറിയുടെ ഉള്ളിൽ വരുന്നതാണ്. പിന്നെ ഷിപ്പ് വരുന്നുണ്ട്, എയർക്രാഫ്റ്റ് വരും. നമ്മുടെ ഇന്ത്യൻ ഓണേഡ് ആയിട്ടുള്ള ഷിപ്സും എയർക്രാഫ്റ്റും ഒക്കെ എന്താണ്? അതൊക്കെ നോർമൽ റെസിഡൻസിൽ വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഫിഷിങ്, ഓഷ്യൻസ്, നമ്മുടെ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ മഹാസമുദ്രം എന്താണ്? നമ്മുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ വരുന്നതാണ്. അതിൽ ഫിഷിംഗ് വെസൽസ്, ഓയിൽ, നാച്ചുറൽ ഗ്യാസസ് ഒക്കെ എന്താണ്? ഇന്ത്യൻ ടെറിട്ടറിയുടെ ഉള്ളിൽ വരുന്നതാണ്. അതുപോലെ ഇന്ത്യയിലെ US എംബസി, ഇപ്പൊ ഇന്ത്യയിലുള്ള ഒരു വേറൊരു രാജ്യത്തിന്റെ US എംബസി, അത് ഇന്ത്യയുടെ ഭാഗമായിട്ട് വരുന്നതല്ല. അതുപോലെ WHO, UN, അതൊക്കെ എന്താണ്? ഇന്ത്യയുടെ ഭാഗമായിട്ട് വരുന്നതല്ല. പിന്നെ നോർമൽ റെസിഡൻസ് എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്ഥിര താമസക്കാര്. അതെന്ന് പറയുന്നത് തനിക്ക് താല്പര്യമുള്ള ഒരു രാജ്യത്ത് സാധാരണയായി ജീവിക്കുന്ന സ്വദേശിയോ വിദേശിയോ ആയ ഒരു വ്യക്തി എന്താണ്? ആ രാജ്യത്തെ സ്ഥിരവാസി എന്ന് പറയുന്നു. അപ്പോ ഇപ്പൊ ഇന്ത്യയില് താമസിക്കുന്ന എന്താണ് വിദേശത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്ന് ജീവിക്കുന്നുണ്ട്. അവരെന്താണ് നോർമൽ റെസിഡൻസ് ആയിരിക്കും അല്ലെ. പിന്നെ അതിൽ വരാത്ത കുറച്ച് ആൾക്കാരുണ്ട്, ഫോറിൻ ടൂറിസ്റ്റേഴ്സ്. എന്താണ്? അവര് വന്നു പോകുന്നവരാണല്ലോ, ഇവിടെ ജീവിക്കുന്നില്ല. അവര് വരില്ല, ഇതിൽ വരില്ല, നോർമൽ റെസിഡൻസിൽ വരില്ല. വിസിറ്റേഴ്സ് വരില്ല. വിസിറ്റിംഗ് വിസയിലൊക്കെ പോകുന്നവരുണ്ടാവും അല്ലെ, അവരൊന്നും വരില്ല. പിന്നെ എന്താണ്? ഫോറിൻ സ്റ്റാഫ് ഓൺ എംബസീസ്, അതായത് മറ്റൊരു രാജ്യത്ത് നിന്നുള്ള എംബസി എന്താണ് നമ്മുടെ രാജ്യത്തുണ്ട്, അവിടെ വർക്ക് ചെയ്യുന്ന ആ രാജ്യക്കാരെന്താണ്? നമ്മുടെ നോർമൽ റെസിഡൻസിൽ വരില്ല. എംപ്ലോയീസ് ഓഫ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ, WHO പോലുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിൽ വർക്ക് ചെയ്യുന്ന, വിദേശ രാജ്യത്തോട് വർക്ക് ചെയ്യുന്നവരെന്താണ്? നമ്മുടെ നോർമൽ റെസിഡൻസിൽ വരുന്നതല്ല. അടുത്തത് ഫാക്ടർ ഇൻകം. ഫാക്ടർ ഇൻകം എന്താണ്? ഒരു 4 ഘടകങ്ങൾ ചേരുന്നുണ്ട് എന്തില്? ഫാക്ടർ ഇൻകം.
ഫാക്ടറി ഇൻകത്തിന്റെ മലയാളം ഘടക വരുമാനം എന്ന ഫാക്ടറി ഇൻകം ഘടക വരുമാനം. അപ്പൊ അതില് ലാൻഡ് എല്ലാവർക്കും അറിയാം ഭൂമി. ഭൂമിയിൽ നിന്ന് നമുക്ക് എന്താ കിട്ടണേ? റെന്റാണ് കിട്ടുന്നത്. അപ്പൊ ഭൂമി ലാൻഡ് എന്ന് പറയുമ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഭൂമി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ കാണുന്ന മണ്ണ് മാത്രമല്ല, പ്രസ്തുത പ്രകൃതിയുടെ ദാനങ്ങളായ വനങ്ങള്, ഖനികള് തുടങ്ങിയ എല്ലാം എന്താണ് പ്രകൃതിയുടെ വിഭവങ്ങളും ഉൾപ്പെടുന്നതാണ് എന്ത് ലാൻഡ് എന്ന് പറയുന്നത്. അടുത്തത് തൊഴിൽ ശക്തി, ലേബറിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നത്? നമുക്ക് വേജസ് കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോ തൊഴിൽ എന്താണ് പറയണേ? തൊഴിൽ ശക്തിയിൽ എന്താ പറയണേ? മാനസികവും ശാരീരികവുമായ എല്ലാ മാനവശേഷിയും ഉൾപ്പെടുന്നതാണ് എന്ത് തൊഴിൽ ശക്തി എന്ന് പറയുന്നത്. അടുത്താണ് ക്യാപിറ്റലിൽ നമുക്ക് എന്താ കിട്ടണേ? ഇൻട്രസ്റ്റ് ആണ് കിട്ടുന്നത്. അപ്പൊ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഉൽപാദനത്തെ സഹായിക്കുന്ന എല്ലാ മനുഷ്യനിർമ്മിത ഉപാധികളെയും എന്താണ് പൊതുവായി മൂലധനം എന്ന് പറയുന്നു. അടുത്താണ് ഓണ്ടർപ്രണർഷിപ്പ്, സംഘാടകത്വം. അതിൽ നമുക്ക് എന്താ കിട്ടണേ? പ്രോഫിറ്റ് ആണല്ലേ. അപ്പോ സംഘാടകരാണ് ഉൽപാദന ഘടകം പ്രദാനം ചെയ്യുന്നത്. ആവശ്യമുള്ള സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി സംഘാടകർ മറ്റുൽപാദന ഘടകങ്ങളെ വിലയ്ക്ക് വാങ്ങുകയോ വാടകയ്ക്ക് കൊടുത്തോ ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് ട്രാൻസ്ഫർ ഇൻകം അല്ലെങ്കിൽ ട്രാൻസ്ഫർ പേയ്മെന്റ് എന്നൊക്കെ പറയാം. മാറ്റക്കെടുതികൾ എന്നാണ് അതിന്റെ മലയാളം മീനിങ്. അതായത് ഗവൺമെന്റ് മറ്റൊരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ ഗവൺമെന്റിനോ നൽകുന്ന അടവാണ് എന്ത് ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറയുന്നത്. അതായത് അതിൽ നിന്നിട്ട് വേറെ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ വേറെ പ്രോഫിറ്റോ ഒന്നും പ്രതീക്ഷിക്കാതെ നൽകുന്നതാണ് എന്ത് ട്രാൻസ്ഫറിങ് എന്ന് പറയുന്നത്. അതിൽ എന്ത് വരും? നികുതികൾ വരും, സബ്സിഡികൾ വരും. പിന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നിട്ട് എന്താണ് ചില വ്യക്തികൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്ത് സ്കോളർഷിപ്പ് കിട്ടും. അതെന്തിൽ വരും? അതും ഇതിൽ വരും. പിന്നെ എന്താണ് പെൻഷൻ സ്കീംസ്, പെൻഷനിൽ നിന്ന് പെൻഷനായിട്ട് കിട്ടുന്ന പലതരം പെൻഷൻസ് ഉണ്ട് അല്ലെ? വിധവാ പെൻഷൻ ഉണ്ട്, വാർദ്ധക്യ പെൻഷൻ, വികലാംഗ പെൻഷൻ. അതൊക്കെ എന്താണ്? അതൊക്കെ ട്രാൻസ്ഫർ ഇൻകത്തിൽ വരുന്നതാണ്. സർക്കിൾ ഫ്ലോ ഓഫ് ഇൻകം, ചാക്രിക പ്രവാഹത്തിലെ സർക്കിൾ ഫ്ലോ ഓഫ് ഇൻകത്തിൽ പറയുന്നത് ഇക്കണോമിയിൽ ഡിഫറെന്റ് മേഖലകളിൽ എങ്ങനെയാണ് മണി ഓർ പണം അല്ലെങ്കിൽ ഇൻകം കൈമാറ്റം ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതിനെ കുറിച്ച് പറയണേ. അപ്പൊ ഇവിടെ 2 സെക്ടേഴ്സ് എടുത്തിട്ടുള്ളൂ. ഒന്ന് ഹൗസ് ഹോൾഡ്സ്, അതായത് കുടുംബങ്ങളും ഉൽപാദന സ്ഥാപനങ്ങളും എടുത്തിട്ടുള്ളൂ. അപ്പൊ ഈ സർക്കിൾ ഫ്ലോ ഓഫ് ഇൻകത്തില് റിയൽ മണീനെ കുറിച്ചിട്ടും റിയൽ ഫ്ലോയിനെ കുറിച്ചിട്ടും മണി ഫ്ലോയിനെ കുറിച്ചും പറയുന്നുണ്ട്. മണി ഫ്ലോ എന്ന് വെച്ചാല് ഇപ്പോ കുടുംബങ്ങളിൽ നിന്നിട്ട്, ഹൗസ് ഹോൾഡ്സിൽ നിന്നിട്ട്, ഉൽപാദന സ്ഥാപനങ്ങളിൽ നിന്നിട്ട് സാധന സേവനങ്ങള് പണം ഉപയോഗിച്ച് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. അവിടെ പണത്തിന്റെ ട്രാൻസ്ഫർ വരുന്നുണ്ട്, കൈമാറ്റം വരുന്നുണ്ട്. അതാണ് മണി ഫ്ലോ എന്ന് പറയുന്നത്. റിയൽ ഫ്ലോ എന്ന് പറയുന്നത് ഇപ്പോ ഉൽപാദന സ്ഥാപനങ്ങൾ തന്നെ മറ്റു ഉൽപാദന സ്ഥാപനങ്ങളിൽ നിന്ന് സാധന സേവനങ്ങളാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് എങ്കിൽ അത് റിയൽ ഫ്ലോ ആണ്. അവിടെ പണത്തിന്റെ ഇടപാട് വരുന്നില്ല. അതാണ് എന്ത് റിയൽ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോ ഈ ഹൗസ് ഹോൾഡ്സ് എന്ന് പറയുന്നത് ഇപ്പോ ഹൗസ് ഹോൾഡ്സിൽ നിന്നിട്ട് എന്ത് അവർക്ക് ഭൂമിയുണ്ട്, പിന്നെ അവിടെ എന്താണ് അവർക്ക് തൊഴിലുണ്ട്. അപ്പൊ അതിൽ നിന്നിട്ട് കിട്ടുന്ന വരുമാനങ്ങള് എന്താണ്? റെന്റ് കിട്ടുന്നുണ്ട്, വേതനം വേജസ് കിട്ടുന്നുണ്ട്, പിന്നെന്താ പലിശ കിട്ടുന്നുണ്ട്, പിന്നെന്താണ് ലാഭം. ഈ ഇങ്ങനെയുള്ള എന്താണ് വരുമാനങ്ങൾ വെച്ചിട്ട് ഉൽപാദന സ്ഥാപനങ്ങളിൽ നിന്നിട്ട് അവരിൽ നിന്നിട്ട് എന്താണ് സാധന സേവനങ്ങള് വാങ്ങുകയാണ്. ഇവരിൽ നിന്ന് ഇങ്ങോട്ട് സാധന സേവനങ്ങൾ കുടുംബങ്ങള് വാങ്ങുകയാണ്, എന്താണ് പൊതുജനങ്ങള് വാങ്ങുകയാണ്. അതാണ് പറയുന്നത്. അപ്പോ ഈ വാങ്ങുന്നതില് തിരിച്ച്, അതായത് 2 ഫ്ലോ വരുന്നുള്ളൂ ഇതില്. കുടുംബങ്ങളിൽ നിന്നിട്ട് പൊതുജനങ്ങള് ഉൽപാദന സ്ഥാപനങ്ങളിൽ നിന്നിട്ട് സാധന സേവനങ്ങൾ വാങ്ങിക്കുന്നു. തിരിച്ച് ഈ കാശ് ഉൽപാദന സ്ഥാപനങ്ങളിലെത്തും, തിരിച്ച് സാധന സേവനങ്ങൾ കുടുംബങ്ങളിലെത്തും. തിരിച്ച് അവർക്ക് കിട്ടുന്ന എന്താണ്? പാട്ടത്തിൽ നിന്നും വേതനത്തിൽ നിന്നും എന്താണ് വീണ്ടും അവര് എന്താണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാണ്. അതിങ്ങനെ റൊട്ടേഷൻ ആയിട്ട് പോകും. ഇങ്ങനെ ഈ റൊട്ടേഷൻ വരുമ്പോൾ ഇതൊരു ക്ലോസ്ഡ് ഇക്കണോമി ആയിരിക്കും.
മാത്രല്ല വേറെ ഒരു സെക്ടറും ഇതിലേക്ക് കടന്നു വരുന്നത് ആയിരിക്കില്ല. അപ്പൊ എന്ന് വെച്ചാൽ ഒരു ദ്വിമേഖല ചാക്രിക പ്രവാഹം എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം. കാരണം രണ്ട് മേഖല മാത്രമേ, രണ്ട് സെക്ടർ മാത്രമേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. നെക്സ്റ്റ് നമുക്ക് നാഷണൽ ഇൻകത്തില് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് അഗ്രിഗേറ്റ്സ് ഉണ്ട്, അനുബന്ധ കണക്കുകളുണ്ട്, GDP, GNP, NNP പോലുള്ളത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് GDP എന്താണെന്ന് നോക്കാം. എന്നിട്ട് GDP അതായത് ഒരു രാജ്യത്ത് ആളുകൾ മുഴുവന് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളെയും സേവനങ്ങളെയും മൊത്തം മൂല്യമാണ് GDP എന്ന് പറയുന്നത്. സം ഓഫ് ദി ടോട്ടൽ മോണിറ്ററി വാല്യൂ ഓഫ് all final goods and services produced in the domestic territory of a country. അപ്പൊ അതിന്റെ ഫിനാൻഷ്യൽ ഇയർ എങ്ങനെയാ വരുന്നത്? GDP ഫിനാൻഷ്യൽ ഇയർ എന്താ വരുന്നത്? April 1 തൊട്ട് March 31 വരെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ GDP എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. GDP കാണാൻ എന്താ സിമ്പിൾ ആണ്. ഫസ്റ്റ് ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസ്. ക്വാണ്ടിറ്റി എന്താ? ഉൽപ്പന്നാണ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ GDP-നെ നോമിനൽ GDP-യും റിയൽ GDP ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ റിയൽ GDP, നോമിനൽ GDP എന്ന് പറയുമ്പോ കറന്റ് പ്രൈസിലാണ്. GDP കറന്റ് പ്രൈസിൽ എടുക്കുന്നതാണ് നോമിനൽ GDP എന്ന് പറയുന്നത്. നോമിനൽ GDP. നെക്സ്റ്റ് GDP ബേസ് ഇയറിൽ എടുക്കുന്നത് എന്താണ്? ബേസ് ഇയറിൽ എടുക്കുന്നത് എന്താണ്? റിയൽ GDP. അതാണ് റിയൽ GDP. അപ്പൊ നമ്മുടെ ബേസ് ഇയർ കൺസിഡർ ചെയ്യുന്നത് ഏത് ഇയർ ആണ് ഇപ്പോഴും കൺസിഡർ ചെയ്യാറ്? 2011, 2012 ആണ് നമ്മുടെ ബേസ് ഇയർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് GDP-യുടെ ഒന്ന് നോക്കാം. ഇപ്പൊ GDP റിയൽ GDP ആയിട്ടാ നോക്കണേ. റിയൽ GDP പറഞ്ഞത് എന്താണ്? ബേസ് ഇയർ എടുക്കണേന്ന്. അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ GDP 2000 ക്വാണ്ടിറ്റി എന്തെടുക്കാം? ഈ വർഷം തന്നെ എടുക്കും അല്ലെ? ഇപ്പൊ ഈ വർഷം 2024, 2025 എടുക്കാൻ വേണമെങ്കിൽ. ഇൻറ്റു പ്രൈസ് ഏതായിരിക്കും? ഇപ്പോഴത്തെ പ്രൈസ് ആയിരിക്കും എടുക്കുക. ഇപ്പോഴത്തെ പ്രൈസ് എടുക്കുകയാണെങ്കിൽ എന്താണ്? അത് നോമിനൽ GDP ആയിരിക്കും. പക്ഷേ ബേസ് ഇയറിലെ പ്രൈസ് എടുത്തിട്ടാണ് GDP കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിലോ 2011, 2012 കാലയളവിലെ പ്രൈസ് ആണ് എടുത്തിരുന്നെങ്കിൽ അതെന്താണ്? അത് റിയൽ GDP ആണ്. ഓക്കെ, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇനി അടുത്തത് നമുക്ക് GDP മാർക്കറ്റ് പ്രൈസ് ഉണ്ട്, GDP ഫാക്ടർ കോസ്റ്റ് ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് എങ്ങനെയാണ് നോക്കാം. അതുപോലെ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിൽ നിന്നാണ് GDP CSO സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിൽ നിന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇടയിലൊക്കെ വരുന്ന സംഭവമാണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ്. അപ്പൊ ഇത് കാണുന്നത് ഇതെങ്ങനെയാ കാണുന്നത്? ഇൻഡയറക്റ്റ് ടാക്സസ് മൈനസ് സബ്സിഡീസ്. ഓക്കെ, അപ്പോ ഈ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് പറഞ്ഞു എന്താണ്? ഇൻഡയറക്റ്റ് ടാക്സസ് മൈനസ് സബ്സിഡീസ്. അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൈസ് ഉണ്ട്. മാർക്കറ്റ് പ്രൈസ് എങ്ങനെയാ കാണണേ? ഫാക്ടർ കോസ്റ്റ്. ഈ ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താ? ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ചെലവാണ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. പ്ലസ് എന്താണ്? ഇൻഡയറക്റ്റ് ടാക്സസ് മൈനസ് സബ്സിഡീസ്. ഈ ഇൻഡയറക്റ്റ് ടാക്സസ് മൈനസ് സബ്സിഡീസ് തന്നെയാണ്
നെറ്റ് ഇൻഡയറക്ട് ടാക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ GDP മാർക്കറ്റ് പ്രൈസിൽ എങ്ങനെയാണ് നോക്കാം. അപ്പൊ GDP is equal to GDP factor cost, GDP at factor cost plus net indirect taxes. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പഠിച്ചേക്കണം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് GNP നോക്കാം. GNP എന്താണ്? GNP is the sum of total of monetary of all final goods and services produced by residents of a country in a given financial year. എന്താ പറയണേ? ഒരു രാജ്യത്തെ ആളുകളും പുറത്തുനിന്ന് രാജ്യത്തിനകത്തും പുറത്തുമായി ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ സാധന സേവനങ്ങളുടെയും മൊത്തം മൂല്യമാണ് GNP എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയിലേക്ക് വിദേശ രാജ്യത്ത് നിന്നും വർക്ക് ചെയ്യുന്നവര് അവരുടെ പണവും നമ്മുടെ നാട്ടിലേക്ക് വരും അല്ലെ. അതും കൂടിയതാണ് GNP എന്ന് പറയുന്നത്. അപ്പോ GNP പഠിക്കുമ്പോൾ അതിനൊപ്പം കൂടി പഠിക്കേണ്ട ഒരു സംഭവം കൂടി ഉണ്ട്. എന്താണ്? NFIA. ഇതെന്താ സംഭവം? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. ഇതിന്റെ മലയാളം വിദേശത്ത് നിന്നുള്ള അറ്റഘടക വരുമാനം. വിദേശത്തു നിന്നുള്ള അറ്റഘടക വരുമാനം. അപ്പൊ എങ്ങനെയാ GNP എന്ന് പറയുന്നത് പറഞ്ഞിരുന്നു? ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന, രാജ്യത്തിനകത്തും മാത്രമല്ല പുറത്തു നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന സാധന സേവനങ്ങളുടെ മൊത്തം മൂല്യമാണ് അതൊരു ടൈം ഓഫ് പീരീഡ് ഉണ്ടാവും കേട്ടോ. എപ്പോഴും ഒരു ടൈം ഓഫ് പീരീഡ് ഉണ്ടാവും അതിന്റെ കൂടെ. GNP എന്ന് പറയുന്നത് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. അതാണ് GNP എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ്? GDP പ്ലസ് NFIA, അതാണ് GNP എന്ന് പറയുന്നത്. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്ത് എന്താണ്? നമുക്ക് ഈ GNP തന്നെ മാർക്കറ്റ് പ്രൈസിലും ഫാക്ടർ കോസ്റ്റിലും ഒക്കെ നോക്കാനുണ്ട്. അപ്പോ GNP മാർക്കറ്റ് പ്രൈസിലാണെങ്കിൽ GDP മാർക്കറ്റ് പ്രൈസിലായിരിക്കും. അത്രേ ഉള്ളൂ. ഇനി GNP അറ്റ് ഫാക്ടർ കോസ്റ്റിലാണെങ്കിൽ GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് ആയിരിക്കും. അത്രേ ഉള്ളൂ. ഇനി ഇതിന്റെ കൂടെ വേറൊരു ഇനി നമുക്ക് NDP പഠിക്കാൻ, നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഒക്കെ പഠിക്കാനുണ്ട്. ഇനി അടുത്താണ് NDP. NDP എന്താ? നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. NDP നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധന സേവനങ്ങളുടെ മൊത്തം മൂല്യത്തിൽ നിന്ന് എന്ത് കുറയ്ക്കുകയാണ്? തേയ്മാനം കുറയ്ക്കുകയാണ്. അതാണ് NDP എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്. NDP is equal to GDP minus depreciation, അല്ലെങ്കിൽ തേയ്മാനം കുറയ്ക്കുന്നതാണ് NDP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ NDPന്ന് ഫാക്ടർ കോസ്റ്റ് നോക്കണം, മാർക്കറ്റ് പ്രൈസ് നോക്കണം. അപ്പോ NDP അറ്റ് മാർക്കറ്റ് പ്രൈസ് ഈക്വൽ ടു NDP അറ്റ് മാർക്കറ്റ് പ്രൈസും ചിലപ്പോൾ ചോദിക്കാം. NDP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ എങ്ങനെ കാണുന്നതെന്ന് ചോദിക്കാം. അപ്പോ
That's okay. NTP market price is equal to GDP market price minus depreciation. അതുപോലെ തന്നെ NDP factor cost is equal to GDP factor cost minus depreciation. Okay. ഇനി അതിന്റെ കൂടെ വേറെ രണ്ടെണ്ണം കൂടി ഉണ്ട് കേട്ടോ. NDP market price is equal to NDP factor cost, NDP at factor cost plus net indirect taxes. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, NDP മാർക്കറ്റ് പ്രൈസ് വന്നിട്ടുണ്ടാവും എന്നിട്ട് പ്ലസ് ഇൻഡയറക്ട് ടാക്സസ് എന്ന് കൊടുക്കും. ഇത് എന്താന്ന് നോക്കും, ഇതെന്താന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, NDP മാർക്കറ്റ് പ്രൈസ് എന്ന് കൊടുക്കും അല്ലെ. അപ്പൊ നമ്മൾ തെറ്റിപ്പോവും. ഓക്കെ, ഇനി അടുത്തത് NDP ഫാക്ടർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു NDP എന്തായിരിക്കും, മാർക്കറ്റ് പ്രൈസ് ആയിരിക്കും. NDP മാർക്കറ്റ് പ്രൈസ് അറ്റ് മാർക്കറ്റ് പ്രൈസ് പ്ലസ് ആയിരിക്കോ മൈനസ് ആയിരിക്കോ, മൈനസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സസ്. നെറ്റ് ഇൻഡയറക്ട് ടാക്സസ് എങ്ങനെയാ, ഇൻഡയറക്ട് ടാക്സസ് മൈനസ് സബ്സിഡീസ്. ഓക്കെ, ഇനി നമുക്ക് NNP എന്താണെന്ന് നോക്കാം. ഇതാണ് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ വരുന്ന കാര്യങ്ങൾ. NNP എന്താ പറയണേ, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. അപ്പോ NNP ഇങ്ങനെ കാണണേ, NNP equal to NDP plus NRFIA. ഇതാണ് എന്ത്, NNP എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ മാർക്കറ്റ് പ്രൈസ് NNP ആയിട്ട് മാർക്കറ്റ് പ്രൈസും NNP ആയിട്ട് ഫാക്ടർ കോസ്റ്റും ഉണ്ട്. NDP ഇതിന് വേണമെങ്കിൽ ഒന്നും കൂടി ആക്കിയത് ഏതാട്ടോ, അതായത് NNP is equal to GDP minus depreciation plus NFIA. ഇത് തന്നെയാണ് എന്ത്, ഇതെന്ന് പറയുന്നത്. NDP എന്ന് പറയുന്നത് എന്താണ്, GDP മൈനസ് ഡിപ്രീസിയേഷൻ ആണ്. അപ്പൊ NNP വേണമെങ്കിൽ എന്താണ്, GDP മൈനസ് ഡിപ്രീസിയേഷൻ എഴുതാം. അപ്പൊ NNP എന്ന് പറയുന്നത് NDP പ്ലസ് NFIA ആണ്. അപ്പോ NNP market price, NNP at market price is equal to NNP എന്തായിരിക്കും, മാർക്കറ്റ് പ്രൈസ് തന്നെയായിരിക്കും അല്ലെ, മാർക്കറ്റ് പ്രൈസ് പ്ലസ് NFIA. ഇനി NNP ഫാക്ടർ കോസ്റ്റ് പ്ലസ് NNP എന്തായിരിക്കും, ഫാക്ടർ കോസ്റ്റ് തന്നെയായിരിക്കും, NFIA. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി GDP ഡിഫ്ലേറ്റർ ഉണ്ട്. എന്താ GDP ഡിഫ്ലേറ്റർ? GDP ഡിഫ്ലേറ്റർ എന്തിനാ യൂസ് ചെയ്യണേ, ഇൻഫ്ലേഷൻ മെഷർ ചെയ്യാനായിട്ടാണ് എന്ത്, GDP ഡിഫ്ലേറ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ കണ്ടുപിടിക്കുക, GDP ഡിഫ്ലേറ്റർ റിയൽ GDP മൈനസ് എന്തായിരിക്കും, സോറി റിയൽ GDP അല്ല, നോമിനൽ GDP
നോമിനൽ ജി ഡി പി ബൈ റിയൽ ജി ഡി പി. ഇതെന്തായിരുന്നു? നോമിനൽ ജി ഡി പി എന്ന് പറയുന്നത് എന്താ? കറണ്ട് പ്രൈസിലാണ്. റിയൽ ജി ഡി പി എന്ന് പറയുന്നത് എന്താണ്? ബേസ് ഇയറിലാണ്. അപ്പോൾ നോമിനൽ ജി ഡി പി മൈനസ് റിയൽ ജി ഡി പി ഇൻറ്റു 100 ചെയ്ത് എന്ത് കിട്ടും? ജി ഡി പി ഡിഫ്ലേറ്റർ കിട്ടും. ജി ഡി പി ഡിഫ്ലേറ്റർ എന്തിനാണ്? ഇൻഫ്ലേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി അതുപോലെ പെർ ക്യാപിറ്റ ഇൻകം ഉണ്ട്. പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയാൻ എന്താണ്? കേട്ടിട്ടുണ്ട് അല്ലെ? പെർ ക്യാപിറ്റ ഇൻകം അതായത് പെർ ഹെഡ് വെച്ചിട്ട് പോപ്പുലേഷനിൽ പെർ ഹെഡ് വെച്ചിട്ട് എന്താണ് ഒരു രാജ്യം ഇൻകം പെർ ഹെഡ് ഓഫ് ദ പോപ്പുലേഷൻ. അതായത് പോപ്പുലേഷനിൽ ഒരു വ്യക്തിയുടെ ഇൻകം ആണ് എന്ത്? പെർ ക്യാപിറ്റ. സിമ്പിൾ ആയിട്ട് അതിന്റെ ഇക്വേഷൻ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. പെർ ക്യാപിറ്റ ഇൻകം എങ്ങനെയാ? പോപ്പുലേഷൻസ് ടോട്ടൽ ഇൻകം, പോപ്പുലേഷന്റെ ടോട്ടൽ ഇൻകം ബൈ എന്താണ്? പോപ്പുലേഷന്റെ ടോട്ടൽ ഇൻകത്തിനെ പോപ്പുലേഷനെ കൊണ്ട് ബൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? പെർ ക്യാപിറ്റ. അതായത് ഒരു വ്യക്തിയിൽ നിന്നിട്ടുള്ള ഒരു ഇൻകം കിട്ടും. ജി ഡി പി പെർ ക്യാപിറ്റ എങ്ങനെയായിരിക്കും? ജി ഡി പി പെർ ക്യാപിറ്റ എന്തായിരിക്കും? ജി ഡി പി ബൈ പോപ്പുലേഷൻ. ജി ഡി പി ബൈ പോപ്പുലേഷൻ. ഇനി എന്താണ് നമുക്ക് ഇതിൽ നോക്കാനുള്ളത്? ഗ്രീൻ ജി ഡി പി ഉണ്ട്. ഗ്രീൻ ജി ഡി പി പ്രത്യേകിച്ച് ഇത്രയേ ഉള്ളൂ. അത് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ടതാണ് എന്ത്? ഗ്രീൻ ജി ഡി പി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നാഷണൽ ഇൻകം കാണാനായിട്ട് എങ്ങനെയാ? നാഷണൽ ഇൻകം ഇത്രയേ ഉള്ളൂ. NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്. ഇതാണ് നാഷണൽ ഇൻകത്തിന്റെ. ഇനി ഡൊമസ്റ്റിക് ഇൻകം ഉണ്ട്. ഡൊമസ്റ്റിക് ഇൻകം കാണാൻ എങ്ങനെയാ? ആഭ്യന്തര വരുമാനം ഈക്വൽ ടു NDP അറ്റ് ഫാക്ടർ കോസ്റ്റ്. ഓക്കെ, ഇനി നാഷണൽ ഇൻകം ഇവിടെ ഒരെണ്ണം കൂടി നമുക്ക് കൊടുക്കാം. ഡൊമസ്റ്റിക് ഇൻകം പ്ലസ് NFI. ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഡൊമസ്റ്റിക് ഇൻകം NNP എന്ത് വരുന്നുണ്ട്? ജി ഡി പിയും NFIയും പ്ലസ് ചെയ്യുമ്പോഴാണ് എന്ത്? NNP കിട്ടുന്നത്. അത് തന്നെയാണ് അപ്പുറത്തും പറയുന്നുള്ളൂ. അപ്പുറത്തും പറയുന്നുള്ളൂ. ഡൊമസ്റ്റിക് ഇൻകം എങ്ങനെയാ? ഡൊമസ്റ്റിക് ഇൻകം എങ്ങനെയാ? NDP ആണ്. അപ്പോ ഡൊമസ്റ്റിക് ഇൻകം പ്ലസ് NFI എന്ന് പറയുന്നതാണ് എന്ത്? നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ,